ഹായ് ഗൈസ്, ഇന്നൊരു വണ്ടർല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വണ്ടർല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വീഡിയോ കാണാം. വണ്ടർലയിലെ ചില റൂൾസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പോയി ഒരുപാട് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നോക്കങ്ങോട്ട് ചെല്ലേ വേണ്ട. കാരണം എത്ര നേരത്തെ പോയാലും 11 മണി കഴിയാതെ അവരവിടെ ഒരു റെഡിലും കിട്ടി. ഞങ്ങൾ 10 മണിക്ക് അവിടെ ചെന്നതാണ്. എന്നാലും ഞങ്ങൾക്ക് ടൂറായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് 10 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നതാണ്. പക്ഷെ 11:15 ആയപ്പോഴാണ് ഞങ്ങൾ റൈഡ്സിൽ കയറാൻ തുടങ്ങിയത്. ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പം കുറച്ച് നേരം അതിൻ്റെ അകത്തും പോസ്റ്റ് അടിച്ചു. കുറച്ച് നേരം ഒരു മജീഷ്യനെ പോലെ നിന്നിട്ട് അവിടെ മജീഷ്യൻ്റെ 10 മിനിറ്റത്തെ പ്രസംഗം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പാർക്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാലി വ്യൂ എന്ന് പറയുന്ന ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഗൈസ്. അവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്കുള്ളതും വൈകുന്നേരം സ്നാക്സിനുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ബാഗും സ്ലിപ്പേഴ്സും ഒക്കെ ലോക്കറിലാക്കി എന്നിട്ടാണ് ഞങ്ങൾ റൈഡ്സിൽ കയറാൻ തുടങ്ങിയത്. അവിടുത്തെ പറഞ്ഞാൽ 11 തൊട്ട് വൈകുന്നേരം 6:30 വരെ ഈ ലാൻഡ് റൈഡ്സ് ഉണ്ടാകുന്ന വെച്ചാൽ ലാൻഡ് റൈഡ്സ് ഉണ്ടാവും. പിന്നെ 12:30 തൊട്ട് വൈകുന്നേരം 6:30 വരെ വാട്ടർ റൈഡ്സും ഉണ്ടാവും. അപ്പം ഞങ്ങൾ 11 മണിക്ക് 11:15 എൻട്രി ആയി. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള സമയം 12:30 ഫുഡ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പം 1 മണിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി. ചുറ്റിക്കറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റിക്കറങ്ങി ഒരു 1:40 എങ്ങാണ്ടായപ്പം ഒരു കുട്ടി പോയി ചോദിച്ചു, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കോട്ടെ. ടീച്ചർ പറഞ്ഞു ഇറങ്ങിക്കോളെ. അന്നേരം ഒരു 1:43 ആയപ്പോഴാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്. പിന്നെ വൈകുന്നേരം ഒരു 5-5:30 വരെയൊക്കെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലായിരുന്നു ഗൈസ്. പല സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുടെ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെന്ന് പറയാൻ പറ്റില്ല, നല്ല ആഴമുള്ള സ്വിമ്മിംഗ് പൂളായിരുന്നു. കിഡ്സ് ഏരിയ, അങ്ങനെ പല ഏരിയകളുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ 3 സ്വിമ്മിംഗ് പൂളിൽ എൻ്റർടൈൻ ചെയ്തത്. കിഡ്സ് സ്വിമ്മിംഗ് പൂളിൽ വേവ്സ് ഇല്ല, സ്ലൈഡ്, അങ്ങനെ റെയിൻ ഡിസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വലിയവരുടെയൊക്കെ സ്വിമ്മിംഗ് പൂളിൽ വേവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ നമ്മളെയും കൊണ്ട് നമ്മൾ മുങ്ങിപ്പോണ രീതിയിലൊക്കെ എത്താൻ വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയിൻ ഡിസ്കോയ്ക്കൊക്കെ പോകാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. റെയിൻ ഡിസ്കോ ഞങ്ങൾ പോണതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2:30 തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു റെഗുലേഷൻസ് എന്ന് പറയാൻ. പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ഉടുപ്പ് മാറ്റാൻ ഞങ്ങളുടെ ലോക്കറിലോട്ട് കൊണ്ടുപോയി. വാലി വ്യൂ എന്ന് പറഞ്ഞ ലോക്കറിലോട്ട്. ഞങ്ങൾക്ക് അവിടെ 11 മണി തൊട്ട് 6 മണി വരെ ആയിരുന്നു ബുക്കിംഗ്. അതുകൊണ്ട് ഉടുപ്പ് മാറി കഴിഞ്ഞിട്ടും ഒരു 5-6 മണി, ഒരു 1/4 മണിക്കൂറെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഇത് പോയി കേസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ബസ് വന്നു. ബസ്സിൽ ഡാൻസ്, ആദ്യം കുറച്ചൊക്കെ ഡാൻസ് ആയിരുന്നു. പിന്നെ ഒരു പടക്കളം എന്ന് പറയുന്ന ഒരു സിനിമ വെച്ച് വന്നു. അത് കണ്ടിട്ടുണ്ടപ്പം ഒരു പെട്ടെന്ന് തന്നെ സമയം പോയി ഗേസ്. പിന്നെ ഞാൻ ഇച്ചിരി നേരം പോലും ഉറങ്ങിയില്ല, കാരണം കൂടുതൽ നേരം നിൽക്കുകയൊക്കെയായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വണ്ടർല റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിന് പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ്.